ഹലോ ഗായ്സ്, മിക്സ് വേൾഡാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എവിടെയെന്ന് വെച്ചാൽ കാട്ടാക്കടയിൽ നിന്നൊരു 2.5-3 കിലോമീറ്ററിനുള്ളിൽ തൂങ്ങാമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഈ കാണുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളിവിടെ പുതിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ വന്നതായിട്ട് അറിഞ്ഞ് 2 ദിവസം ആയിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൂങ്ങാമ്പാറയിൽ നിന്ന് കുറച്ച് അകത്തോട്ട് കയറുമ്പോഴത്തേന് ഇതുപോലെ ഇൻ്റർലോക്ക് ഇട്ട റോഡാണ്. കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഭയങ്കര വൈറലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം, എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് സ്ഥലം. വലിയ ദൂരമൊന്നുമില്ല, നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലോട്ട്, അത്രേ ഉള്ളൂ. ഇവിടെ റിസോർട്ട് പോലെ കണ്ടോ, വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അല്ലേ? ഇത് നോക്കിയേ, കണ്ടോ, നല്ല ചെടികളൊക്കെ വെച്ച് അതുപോലെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഭയങ്കരപ്പെട്ട ഒരു കുഴിയാണ് കേട്ടോ, ഭയങ്കരപ്പെട്ട ഒരു കുഴി. അതിൻ്റെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് മാറി തൊട്ടടുത്ത് വീടുകളുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ എന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനും എല്ലാവർക്കും എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ലവേഴ്സിനോ ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതായത് നല്ല എന്താ പറയുക, നല്ല കാറ്റും നല്ല അടിപൊളി ഒരു വൈബാണ് ഇവിടെ. നമ്മളിപ്പം വന്നിട്ടുള്ളൂ എങ്കിലും ഇവിടെ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു 7-8 പേര് തിരിച്ച് ഇവിടെ വന്നിരുന്നിട്ട് പോയി. അപ്പം നമ്മൾ ഈ വൈകുന്നേര സമയത്താണ് വന്നത്. നമ്മൾ വെയിൽ ഒന്ന് മാറട്ടെ എന്ന് വെച്ചിട്ട് വൈകുന്നേരത്താണ് വന്നത്. പക്ഷേ ഇവിടെ വെയിലുണ്ടെങ്കിലും വലിയ അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ഈ പാറയിലും ഈ നമ്മുടെ ഈ പോകുന്ന വഴിയിലെല്ലാം കണ്ടോ വെയിലുണ്ട്. പക്ഷേ നല്ല കാറ്റ്, ചെറുതായിട്ടുള്ളൊരു ഇളം കാറ്റുണ്ട്. ആ കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ആ വെയിൽ ചൂട് നമുക്ക് വലുതായിട്ട് പ്രശ്നം വരുന്നില്ല. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. കണ്ടോ, ഇതാണ് സംഭവം. ഇതാണ്ടോ ഇത്രയും ദൂരമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് നടന്ന് കയറാവുന്ന കുറച്ച് ദൂരം, വളരെ കുറച്ച്. പൊതുവെ നമ്മൾ പാറകൾ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേനും ഒത്തിരി ദൂരം കാണും. അതായത് ഒത്തിരി ഉയരത്തിലോട്ട് നമ്മൾ നടന്ന് നമ്മൾ തളർന്ന് നമ്മൾ കിതച്ച് നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ ഒരു വലിയൊരു സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു പാറയിൽ പോയി, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി നോക്കിയാൽ കടുമ്പൂ മല, അവിടെ നമുക്ക് വണ്ടി ഓടിച്ച് പാറയുടെ മണ്ടയിലെത്തും. പക്ഷേ ഇത് നമ്മൾ സ്റ്റെപ്പ് കയറി പറഞ്ഞാൽ കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ കണ്ടോ, ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കുളം, അത് ലവിൻ്റെ മോഡൽ കണ്ടോ, ലവിൻ്റെ മോഡലൊരു കുളം ചെയ്തിട്ടുണ്ട്. അതിൽ ഇച്ചിരി വെള്ളം മാത്രമേ ഉള്ളൂ, ഒത്തിരി വെള്ളമൊന്നുമില്ല, വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് വറ്റിപ്പോയതാവും. കണ്ടോ, ഇവിടെ നമ്മൾ താഴോട്ട് കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ് ഈ പാറ ഇരിക്കുന്നത്. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഉണ്ട്. താഴെ കാണിച്ചു തരാം, കണ്ടോ, അങ്ങ് കണ്ടോ, താഴെ കണ്ടോ ആളുകൾ പണി ചെയ്യുന്നത്. അതൊരു തടിമില്ല, ആ മില്ലിലുള്ളവർ പണി ചെയ്യുന്നുണ്ടോ, അത്രയും ഹൈറ്റ് ഉണ്ട്. കണ്ടോ, നല്ല ഉയരമുണ്ട്. പക്ഷേ എന്നാലും നമുക്കത് അത്ര ഫീൽ ചെയ്യില്ല. അതാണ് ഒരു പ്രത്യേകത. കണ്ടോ, ഈ സൈഡിൽ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേന് നല്ല വ്യൂ ആണ്. കണ്ടോ, കറക്റ്റാണ്, ആളുകൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേന് ഇത്രയും നല്ല അടിപൊളി വ്യൂ ഉണ്ടല്ലോ. കണ്ടോ, ഇനി നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു. പിന്നെ ഇവിടെ നമ്മൾ കയറി വന്ന് നമ്മളിവിടെ വരുമ്പോഴത്തേനും ജസ്റ്റ് നമുക്ക് വിശ്രമിക്കാനായാലും കണ്ടോ, ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നിന്ന് കണ്ടോ, ആ ഒരു ചെറിയൊരു ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇതിനകത്ത് നമുക്ക് കയറി നിൽക്കാം. കാരണം മഴ പെയ്താലോ ഒക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കാനൊക്കെ ആയിട്ട് അവർ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടോ, ഈ കാണുന്നതാണ് പാവപ്പെട്ട ഞാനിതാണ്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ബ്രദറും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ, അതിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ കയറി ചാടിയാണ് ഞാൻ അകത്ത് വന്നത്. ചുമ്മാ അവിടെ കുറച്ച് ആളുകൾ നിന്ന് ഷോ കാണിക്കാമെന്ന് വെച്ച് ചാടി കയറിയതാണ്. പക്ഷേ ഹൈറ്റ് കൂടുതലായിരുന്നു, എന്നിട്ട് ഞാൻ ചാടി മറിഞ്ഞ് ഇപ്പുറത്ത് വന്നു. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ ആളുകളും കേട്ടോ, കാട്ടാക്കട തൂങ്ങാമ്പാറ പുതിയ ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, എന്താ പറയുക, എല്ലാവരും ഇവിടെ വരിക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഈ സ്ഥലത്ത് വന്ന് നിങ്ങളും ഇവിടെ വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ ഇവിടെ എന്താണ്, ഇവിടുത്തെ വൈബ് എന്താണെന്ന് നിങ്ങളും മനസ്സിലാക്കുക. പിന്നെ നമ്മളെ ഈ ഒരു കുഞ്ഞ് ചാനൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ എന്താ പറയുക, ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സബ്ബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കിക്കോളണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.